2006 സെപ്റ്റംബർ 29 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. യുവതി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് കണ്ട പ്രതികൾ പദ്ധതി മെനയുകയായിരുന്നു. രാത്രി 9 മണിയോടെ 5-അംഗ സംഘം യുവതിയുടെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അതിക്രമിച്ചു കയറിയ പ്രതികൾ യുവതിയെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടുപോയി. ശബ്ദമുണ്ടാക്കാതെയിരിക്കാൻ വായ മൂടിക്കെട്ടി. കടപ്പുറത്തെത്തിച്ച 5-അംഗ സംഘം വാൾകാട്ടി ഭീഷണിപ്പെടുത്തി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഈ കേസിലാണ് 18 വർഷങ്ങൾക്ക് ശേഷം വർക്കല ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചത്. വെട്ടൂർ സ്വദേശികളായ ഷാജഹാൻ, നൌഷാദ്, വക്കം സ്വദേശികളായ ഉണ്ണി, ജ്യോതി, കീഴാറ്റിങ്ങൽ സ്വദേശി റഹീം എന്നിവരാണ് കേസിലെ പ്രതികൾ. വർക്കല ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി SR സിനിയാണ് പ്രതികളെ ശിക്ഷിച്ചത്. 40 വർഷവും 6 മാസം തടവും 2.35 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഈ കേസിൽ ആകെ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-ാം പ്രതി നേരത്തെ മരണപ്പെട്ടു പോയി. 5-ാം പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. 1, 2, 4, 6 പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 25 ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പ് അനുസരിച്ച് 25 വർഷം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ ഫൈനുമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ശിക്ഷ ഫൈൻ എമൗണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ വിക്ടിം സ്ത്രീക്ക് അല്ലെങ്കിൽ വീട്ടമ്മയ്ക്ക് നൽകുന്നതിന് കോടതി ഉത്തരവായിട്ടുണ്ട്. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കൂടാതെ നഷ്ടപരിഹാരം നൽകുന്നതിനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. 2010 പോലീസ് കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകിയത്. 3-ാം പ്രതി ഉണ്ണി വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. 5-ാം പ്രതി ഷിജുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. 17 സാക്ഷികൾ, 26 രേഖകൾ, 15 തൊണ്ടിമുതലുകൾ എന്നിവ ഉൾപ്പെടെ 2010 പോലീസ് കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകിയത്. സംഭവശേഷം ഭയന്ന യുവതി വീടും സ്ഥലവും വിറ്റ് താമസം മാറിയിരുന്നു. അഞ്ചുതെങ്ങ് SI ജിജി N, കടക്കാവൂർ CIമാരായ K ജയകുമാർ, P വേലായുധൻ തുടങ്ങിയവരാണ് കേസ് അന്വേഷിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.